ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എഥനോബോട്ടണിയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എഥനോബോട്ടണി സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എഥനോബോട്ടണിയുടെ ഡെഫിനിഷൻ നോക്കാം. Ethnobotany is the branch of botany that studies the relationship between plants and people, especially how indigenous and tribal communities use plants for their ഡെയിലി നീഡ്സ്. അപ്പോൾ എന്താണ് എഥനോബോട്ടണി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, സിമ്പിളാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോട്ടണിയുടെ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ അത് എന്തിനെ പറ്റിയിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്? പീപ്പിളും പ്ലാന്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്ന ബോട്ടണിയുടെ ഒരു ബ്രാഞ്ചാണ് ഈ പറഞ്ഞ എഥനോബോട്ടണി. അപ്പോൾ അതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ് ഇൻഡിജീനസ്. ഇപ്പോൾ ഇൻഡിജീനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്ലാന്റ്സ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇന്ന ആളുകൾ, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയോ അങ്ങനെ അവർ യൂസ് ചെയ്യുന്ന കുറേ പ്ലാന്റ്സും കാര്യങ്ങളും, അതിനെയാണ് ഇൻഡിജീനിയസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റി. അവർ ഇപ്പോൾ ഈ പച്ചമരുന്നുകൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ തന്നെ യൂസ് ചെയ്യുന്ന കുറേ മെഡിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ട്രൈബ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ കാണുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്, അതിനെയാണ് ഇൻഡിജീനിയസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ പറഞ്ഞ അവരുടെ ഡെയിലി ലൈഫ് നീഡ്സിന് വേണ്ടിയിട്ട് ഈ പ്ലാന്റ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ സ്കോപ്പ് ഓഫ് എഥനോബോട്ടണി. അപ്പം എഥനോബോട്ടണി എന്ന് പറയുമ്പം പല ഫീൽഡിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ട്രഡീഷണൽ നോളജ് ഡോക്യുമെൻറ്റേഷൻ. നമുക്കറിയാം, നമ്മുടെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ പൂർവികർ ഇന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്നു എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു എഥനോബോട്ടണിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ഡോക്യുമെൻറ്റേഷൻ, പഴയ കാലത്തുള്ള നോളജ് വെച്ച് നമ്മൾ വൈദ്യം, നാട്ടുവൈദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനെ കണക്ട് ചെയ്ത് ഓർത്താൽ മതി. അപ്പം സ്റ്റഡി ഓഫ് ഇൻഡിജീനസ് പ്ലാന്റ്സ് യൂസ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇൻഡിജീനിയസ് പ്ലാന്റ്സിൻ്റെ സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ പഴയ നോളജ് ഡോക്യുമെൻറ്റേഷൻ, അതായത് പഴയ അറിവിൽ നിന്നും ഇന്ന പ്ലാന്റ്സ് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ റെക്കോർഡിങ് ദ ട്രൈബൽ നോളജ് ബിഫോർ ഇറ്റ് ഡിസപ്പിയേഴ്സ്. നമുക്കറിയാം, പണ്ട് തൊട്ടേ ഉള്ള കുറേ കാര്യങ്ങൾ മുമ്പോട്ട് പോകും തോറും അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള നോളജ് നമ്മുടെയൊക്കെ ഒരു 3-4 ജനറേഷൻ ഇനിയും കഴിയുമ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതിനു മുമ്പ് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്, ഇല്ലെങ്കിൽ അതിനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് യൂസ് ഓഫ് ഹെർബ്സ് ഫോർ ഫീവർ, വൂണ്ട് എക്സെട്ര. നമുക്കറിയാമല്ലേ, നമ്മുടെ പൂർവികർ ചെയ്തത് കണ്ടിട്ടാണ് നമ്മളും ഇപ്പോൾ ഒരു കാലൊക്കെ മുറിവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുളസി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് പണ്ട് നമ്മുടെ പഴയ ആളുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവുകളുടെ ബേസിസിലാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു പോയിന്റിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്തത്, രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെഡിസിനൽ പ്ലാന്റ് റിസർച്ച്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു പഴയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ്സിനെല്ലാം തന്നെ ഒരുപാട് മെഡിക്കൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിൽ ഡിസ്കവറി ഓഫ് ന്യൂ ഡ്രഗ്സ് ഫ്രം ട്രഡീഷണൽ റെമഡീസ്. ഈ പഴയ കാലത്തെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്തിരുന്ന കുറേ കാര്യങ്ങളിൽ നിന്നും പുതിയ നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷൻ ആവശ്യമായിട്ടുള്ള ഡ്രഗ്സ്, അതായത് മരുന്നുകൾ, ഇതെല്ലാം ഡിസ്കവർ ചെയ്തെടുക്കുന്നുണ്ട് പഴയ മെത്തേഡ്സും കൂടി നമ്മൾ ഒന്ന് നോക്കിയിട്ട്. അതേപോലെ മെനി മോഡേൺ മെഡിസിൻസ് ഒറിജിനേറ്റ് ഫ്രം ട്രൈബൽ നോളജ്. പിന്നെ അതുപോലെ ഇപ്പോഴത്തെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഈ ഒരു ട്രൈബൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് കയ്യിൽ നിന്നിട്ട് ആ ഒരു പോയിന്റ്, മെയിൻ ഹെഡിങ് നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ നമുക്കത് കയ്യിൽ നിന്നിട്ട് നമ്മുടെ ഓൺ വേർഡ്സിൽ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ ഏരിയയാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. അതും നോക്കുക. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വൈൽഡ് എഡിബിൾ പ്ലാന്റ്സ്. അപ്പോൾ നമുക്കറിയാം, എല്ലാ പ്ലാന്റ്സും നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആയിരിക്കുമോ? അല്ല. അപ്പം നമ്മൾ പഴയ നോളജും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് എഡിബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതും ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ദെൻ ഹെൽപ്സ് ഇൻ സോൾവിങ് മാൽ ന്യൂട്രീഷൻ. പിന്നെ ഏതൊക്കെ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഫുഡ് ക്രോപ്സിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ മാൽ ന്യൂട്രീഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് എല്ലാത്തിലും നമുക്ക് ന്യൂട്രിയൻസ് ഉണ്ടാവണം എന്നുണ്ടോ? നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിലും നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുമോ? ഇല്ല. കുറേ വലിയ നമുക്ക് ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടാത്ത കുറേ ഫുഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതേപോലെ അത് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു നോളജ് ഉണ്ടാവുക എന്നുള്ളത്. ഇനി അതിൻ്റെ എക്സാമ്പിൾ എന്നാണ് ട്യൂബേഴ്സ്, ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ്.
ഇതെല്ലാം പണ്ടും ഇപ്പോഴും ആളുകൾ കൾട്ടിവേറ്റ് ചെയ്ത് കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലേ. നമ്മുടെ ഈ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറി ഈ ട്യൂബേഴ്സ്, അത് നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ നമ്മളിപ്പോൾ കഴിക്കുന്നത് കുറഞ്ഞു. ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കുന്നതും കുറഞ്ഞു. കൂടുതലും ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ജനറേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെയൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, ഷെൽട്ടർ ആൻഡ് മെറ്റീരിയൽ യൂസ്. നമുക്കറിയാം പ്ലാന്റ്സ്, അതിൽ വരുമ്പോൾ എന്താ, നമ്മുടെ കുഞ്ഞു പ്ലാന്റ്സ് ആ ഒരു രീതിയിൽ മാത്രം ചിന്തിക്കരുത്, ട്രീസും ഇതിൽ പെടും അല്ലേ. അപ്പോൾ നോക്കുക, പ്ലാന്റ്സ് യൂസ്ഡ് ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ, ടൂൾസ്, ഫൈബേഴ്സ്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ടൂൾസ് ഉണ്ടാക്കാൻ, അതുപോലെ ഫൈബേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ, അതേപോലെ വീട് നിർമ്മിക്കാനൊക്കെ എന്താ ഈ പ്ലാന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ട്രീസ് അത് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ബാംബു, പാം ലീവ്സ്. ഇതൊക്കെ പഴയ കാലത്തൊക്കെ വീടുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനും കൂടി ഈ പറഞ്ഞ പ്ലാന്റ്സിന് അല്ലെങ്കിൽ എത്തനോബോട്ടണി ഫീൽഡിൽ ഉണ്ടെന്നുള്ളത് ഓർക്കുക. ഇനി അടുത്താണ് അഗ്രികൾച്ചർ ആൻഡ് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പോയിന്റിൽ വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്റ്റഡി ഓഫ് ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ്സ്, പണ്ടുണ്ടായിരുന്ന ഫാമിംഗ് മെത്തേഡ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി. പിന്നെ അതേപോലെ ഇൻഡിജിനസ് ക്രോപ്പ് വെറൈറ്റീസ്. നമുക്കറിയാം ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അതായത് പണ്ടുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ട്രൈബൽസ് അങ്ങനെ എടുക്കാം നമുക്ക്. ആ ഒരു ട്രൈബൽസ് ഏത് അഗ്രികൾച്ചർ മെത്തേഡ്സ്, ഏത് ക്രോപ്സ് അവർ യൂസ് ചെയ്തിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സ്റ്റഡി ചെയ്യുന്നതാണ് ഈ പറഞ്ഞ അഗ്രികൾച്ചർ ആൻഡ് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ്. ഇനി അടുത്തൊരു പോയിൻ്റാണ് കൺസർവേഷൻ ബയോളജി. അതിലും വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. എന്താ, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ അതേപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ റിസോഴ്സസ്, ഫോറസ്റ്റ് റിസോഴ്സസ് എല്ലാം നമുക്ക് കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത്. ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. നമുക്കറിയാം എന്താ, പ്ലാന്റ്സിൻ്റെ അകത്ത് തന്നെ ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ പ്ലാന്റ്സ് ആർ യൂസ്ഡ് ഫോർ ഡൈസ്, റെസിൻസ്, ഓയിൽ, ഫൈബേഴ്സ്. പ്ലാന്റ്സിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഏരിയാസിലൊക്കെയാണ്, മെയിനായിട്ട് ഇത്ര ഏരിയാസൊക്കെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. മെയിൻ പോയിൻറ്റ്സും അടിക്കുക, ദെൻ അതിൻ്റെ അണ്ടറിൽ നമുക്ക് ഓൺവേർഡ്സിൽ എഴുതാവുന്നതാണ്. മെയിൻ പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഈ ഒരു എത്തനോബോട്ടണിയുടെ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. അതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ്, പ്രിസർവേഷൻ ഓഫ് ട്രഡീഷണൽ നോളജ്, പ്രൊട്ടക്ട് ദ ട്രൈബൽ വിസ്ഡം ഫ്രം ബീയിങ് ലോസ്റ്റ്. അപ്പോൾ നമ്മുടെ ആ ഒരു പൂർവിക, ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ കുറേ പൂർവികമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ കുറേ നോളജ്, ഇതൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതാണ് പ്രിസർവേഷൻ ഓഫ് ട്രഡീഷണൽ നോളജ്. ദെൻ അടുത്തത് ഡ്രഗ് ഡിസ്കവറി. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അത് നമ്മൾ സെൻറ്റൻസ് മാറ്റി എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്താ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ എടുത്ത് കാണിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡ്രഗ് ഡിസ്കവറി, ബേസിസ് ഫോർ ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച്, നമ്മുടെ മെഡിസിൻ, ഡ്രഗ് ഡിസ്കവറി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ് ഉണ്ട് എത്തനോബോട്ടണി. ഇനി അടുത്ത സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രാക്ടീസസ് വഴി നമുക്ക് നമ്മുടെ ഫോറസ്റ്റ് റിസോഴ്സസും കാര്യങ്ങളും എല്ലാം നമുക്ക് കൺസേർവ് ചെയ്ത് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പറയേണ്ടത്. ദെൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അവിടെ എന്താ, നമ്മുടെ ട്രൈബൽസ് ആക്ടേഴ്സ്, നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ താമസിക്കുന്നവർ അവരുടെ സറൗണ്ടിങ്സിനെ എന്താ, നമ്മൾ ഇപ്പോൾ ഉള്ള ജനറേഷൻ പോലെയല്ല, അന്നുള്ളവരൊക്കെ അവർ താമസിക്കുന്ന സ്ഥലവും കാര്യങ്ങളും എല്ലാം അവർ തന്നെ കൺസേർവ് ചെയ്യും, അല്ലാതെ നശിപ്പിക്കുക. ഇപ്പോൾ ഉള്ള ആളുകൾ എല്ലാം നശിപ്പിക്കുന്ന പോലെ അല്ലായിരുന്നു നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത്. അവരെ സംരക്ഷിക്കുന്നതോടൊപ്പം അവർക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെയും അതേപോലെ തന്നെ ആ ഒരു സറൗണ്ടിങ്സിനെയും എന്താ കൺസേർവ് ചെയ്തിട്ടായിരുന്നു ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ദെൻ എക്കണോമിക് ഇമ്പോർട്ടൻസും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പം പ്രൊവൈഡ്സ് ലിവ്ലിഹുഡ് ത്രൂ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്. ഇപ്പോൾ ഈ പറഞ്ഞ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് വഴി അവിടെയുള്ള ആളുകൾക്ക് എന്താ ഒരു ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗവും കൂടിയാണ് അല്ലേ. അതും നമുക്ക് പറയാം എക്കണോമിക് ഇമ്പോർട്ടൻസിൽ വരുമ്പോൾ. അപ്പം ദെൻ കൾച്ചറൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലാന്റ്സ് ആർ ലിങ്ക്ഡ് വിത്ത് റിച്വൽസ്, ബിലീഫ്സ് ആൻഡ് ട്രഡീഷൻസ്. ഈ പറഞ്ഞ കൾച്ചർ ബേസിസ്, ഇപ്പോൾ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കൾച്ചർ ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പ്ലാന്റ്സ്, അവരുടെ വിശ്വാസങ്ങൾ, റിച്വൽസ് ഈ പ്ലാന്റ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും അവർക്കുണ്ടായിരിക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇത്. ദെൻ ട്രൈബൽ യൂസ് ഓഫ് പ്ലാന്റ്സ്. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, പ്ലാന്റ്സ് ഫോർ
ഷെൽട്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബാംബു. ഇപ്പോൾ ബാംബുവിൻ്റെ യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് കൺസ്ട്രക്ഷൻ, ഹട്ട്, വാൾസ്, റൂഫ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഫർണിച്ചേഴ്സ്, ബാസ്ക്കറ്റ് ഒക്കെ ഇല്ലേ, ബാംബുവിൻ്റെ കമ്പൊക്കെ വെച്ചിട്ട് സെറ്റി, ബാസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, മാറ്റ്. പിന്നെ അതുപോലെ യൂസ്ഡ് ആസ് സ്കഫോൾഡിങ് ആൻഡ് ഫെൻസിങ്, നമ്മുടെ മതിലൊക്കെ പണിയാൻ വേണ്ടിയിട്ടുമൊക്കെ ഈ ബാംബു ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്? ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫാസ്റ്റ് ഗ്രോയിങ് ആയിരിക്കും, റിന്യൂവബിൾ ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് കിട്ടും ഈ ഒരു ചെടി വളർന്നു കഴിയുമ്പോൾ. പിന്നെ അതുപോലെ സ്ട്രോങ് ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, അങ്ങനെ പെട്ടെന്ന് ഒടിയതൊന്നുമില്ല, വളയും. നമുക്ക് വളച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ, ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. അതേപോലെ സ്ട്രോങ്ങുമാണ്, ഒടിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബാംബു യൂസ് ചെയ്യുന്നത്. ദെൻ ഈസിലി അവൈലബിൾ, നമ്മുടെ ഫോറസ്റ്റ് ഏരിയാസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാംബു നമുക്ക് ഈസിലി അവൈലബിളുമാണ്. അതൊക്കെ കൊണ്ടാണ് ബാംബു യൂസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് പറയാം. എക്കോ ഫ്രണ്ട്ലി ആണല്ലേ, നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക് ഹാംഫുൾ ആവുന്ന കാര്യമൊന്നുമല്ല. എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വേ ഓഫ് കൺസേർവിങ് അവർ ഫോറസ്റ്റ് ആൻഡ് റിസോഴ്സസ് തന്നെയായിരിക്കും അല്ലേ. പിന്നെ അതേപോലെ ലോ കോസ്റ്റ് ഹൗസിങ് ഫോർ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ഈ പറഞ്ഞ ട്രൈബൽ അവർക്ക് വീടുകളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോ കോസ്റ്റ്, ഒരുപാട് കാശ് നമ്മുടേക്ക് പണിയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഫോറസ്റ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സാണ്. അത് വെച്ചിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഹൗസൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. ഇനി അടുത്തൊരു പ്ലാന്റാണ് ജാക്ക് ഫ്രൂട്ട്. അപ്പം നമുക്കറിയാം ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ മെയിൻ ഫുഡായിട്ട് തന്നെ കഴിക്കുന്ന സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്, നമുക്ക് കഴിക്കാം. പിന്നെ അൺറൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ വെജിറ്റബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പച്ച ചക്ക വെച്ച് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ, അത്രേ ഉള്ളൂ. ദെൻ സീഡ്സ്, അതിൻ്റെ സീഡ്സും ഈ പറഞ്ഞ പോലെ ബോയിൽ ചെയ്തും റോസ്റ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്. ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചക്കയിൽ. അപ്പോൾ എനർജി, ന്യൂട്രീഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസിലേക്ക് വരുമ്പോഴത്തേക്കും മെയിനായിട്ട് ഈ പറഞ്ഞ ചില ട്രൈബൽ ഏരിയാസിൽ അവരുടെ സ്റ്റേപ്പിൾ ഫുഡായിട്ട് ഈ ജാക്ക് ഫ്രൂട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ നമുക്കിപ്പം റൈസ് നമ്മൾ കണ്ടിന്യൂസ് കഴിക്കുന്ന പോലെ അവരുടെ ഈ പറഞ്ഞ അവർക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു ഫുഡ് ക്രോപ്പ് അല്ലെങ്കിൽ ഫുഡാണ് ഈ പറഞ്ഞ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടില്ല, ഫുഡ് സ്കേഴ്സിറ്റി ഒന്നും ഉണ്ടാവാതിരിക്കാൻ അവർക്ക് ഉള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സോഴ്സാണ് ഈ പറഞ്ഞ ജാക്ക് ഫ്രൂട്ട്. നമുക്ക് ചുമ്മാ കയ്യിൽ നിന്നിട്ട് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. മെയിൻ പോയിൻറ്റ്സ് മാത്രം നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് ഓർത്താൽ മതി. അപ്പോൾ ഇത്രയുള്ള എഥനോബോട്ടണി. അപ്പോൾ എഥനോബോട്ടണി എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരുടെ പർട്ടിക്കുലർ ഏരിയാസിൽ പ്രസൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതിൻ്റെ യൂസ്, അവർ തമ്മിലുള്ള ലിങ്ക്, ഇതൊക്കെയാണ് എഥനോബോട്ടണി പറയുന്നത്. അപ്പോൾ അതുപോലെ ആ എഥനോബോട്ടണിയുടെ ആപ്ലിക്കേഷൻ വരുന്ന ഡ്രഗ് ഡിസ്കവറി, അതേപോലെ കൺസർവേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഇതിലൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അവർ ഫുഡ്, മെഡിസിൻ, ഷെൽട്ടേഴ്സ്, ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നതും, പിന്നെ അതുപോലെ ബാംബു എന്തിനൊക്കെ, കൺസ്ട്രക്ഷൻ, വീടുണ്ടാക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ജാക്ക് ഫ്രൂട്ട് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേപ്പിൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഇതൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് പറഞ്ഞത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ജസ്റ്റ് എന്താണ് എഥനോബോട്ടണി എന്നുള്ളൊരു ഡെഫിനേഷൻ ഓർത്തിരിക്കുക. ദെൻ മെയിൻ പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. അതിൻ്റെ അണ്ടറിൽ വരുന്നത് നമുക്ക് ഓൺവേർഡ്സിൽ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്ക്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ്, വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. അതേപോലെ ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ നമ്മൾ HSSTയുടെ ഒരു എക്സാംസ് ഓൾറെഡി ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഉടനെ നെക്സ്റ്റ് മന്ത് എക്സാം കാണും. അപ്പം നമ്മൾ HSSTയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് ഒരു സീരീസും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വൈകാതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്ത് ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.